പലരും പല രീതിയിലായിട്ട് മോര് കറി ഉണ്ടാക്കാറുണ്ട്. ഇത് ഞാനുണ്ടാക്കുന്ന രീതി ഇങ്ങനെയാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ചെയ്ത് നോക്കിയോളൂ, നല്ല ടേസ്റ്റാണ്. അതുപോലെ പെട്ടെന്ന് പുളിച്ചു പോവുകയോ കെട്ടുപോവുകയോ അങ്ങനെയൊന്നുമില്ല. ഇതിരിക്കും തോറും നല്ല ടേസ്റ്റുള്ള മോര് കറിയാണ്. എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 1/2 ലിറ്റർ നല്ല കട്ട തൈര് എടുത്തിട്ടുണ്ട്. അതിനി ഒന്ന് ഉടച്ചെടുക്കണം. അതിന് മിക്സിയുടെ വലിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലൊഴിച്ചിട്ട് ഒന്ന് കറക്കിയെടുക്കണം. ഒരല്പം വെള്ളം ആ പാത്രത്തിൽ ഒഴിച്ചിട്ട് സൈഡിലൊക്കെ പറ്റിയിരിക്കുന്ന തൈരോട് എടുത്തിട്ടുണ്ട്. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട. ഇനി ഇത് മിക്സിയുടെ പൾസ് മോഡിലിട്ടൊന്ന് ഉടച്ചെടുത്തുകൊണ്ട് വരാം. നന്നായിട്ട് ഉടച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് വേറെ പാത്രത്തിൽ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. അതേ ജാറിലോട്ട് തന്നെ ഒരല്പം വറുത്ത് പൊടിച്ചിട്ടുള്ള ഉലുവയുടെ പൊടിയാണ് ചേർക്കുന്നത്. ഒത്തിരി ആവരുത്, കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാകും. കൂടെ തന്നെ കായപ്പൊടിയാണ് ചേർക്കേണ്ടത്. ഒരു 4-5 നുള്ളു കാണും, അതുകൂടി ചേർക്കുക. ഇനി ഒരല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. മോരിന് നല്ല മഞ്ഞ കളറ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർക്കാം. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കണം. ആദ്യമേ ഇതുപോലെ തൈര് മിക്സ് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം വേണം കടുക് താളിക്കുന്ന പണി തുടങ്ങാനായിട്ട്. ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിക്കാം. കടുകൂടെ ചേർക്കുക. കടുകൊന്ന് പൊട്ടി വരട്ടെ. കുറച്ച് വറ്റൽമുളക് ചേർക്കാം. കൂടെ തന്നെ കുറച്ചേറെ കറിവേപ്പിലയും ചേർക്കാം. ഇനി ഇതിലോട്ട് വെളുത്തുള്ളി ചേർക്കണം. ചതച്ചതാണ് ചേർക്കുന്നത്. ഒരു 7-8 വെളുത്തുള്ളി ചേർക്കാം. ഇനി ഇഞ്ചിയാണ്. ഒരു ചെറിയ കഷ്ണം പൊടിയായിട്ട് അരിഞ്ഞത് ചേർക്കുക. കൂടെ തന്നെ എരിവിനനുസരിച്ച് 4-5-6 ഒക്കെ പച്ചമുളക് ചേർക്കാം. എരിവ് കൂടുതലുള്ള പച്ചമുളകാണെന്നുണ്ടെങ്കിൽ 2-3 മതിയാകും. ഇനി ഇത് എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കണം. തീയെ നല്ലവണ്ണം കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആ വെളുത്തുള്ളി ഒന്നും ബ്രൗൺ ആകരുത്. അപ്പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറിയാൽ മതിയാകും. കൂടെ തന്നെ ആ പച്ചമുളകൊക്കെ ഒന്ന് മുരിഞ്ഞ് ചെറുതായിട്ട് വരാൻ തുടങ്ങും. അത്രയും മതിയാകും. ഇതിൽ പച്ചമുളകൊക്കെ ചെറുതായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതുപോലെ ഓവറായിട്ട് ബ്രൗൺ ആകരുത്. തീ കുറച്ച് തന്നെ വെക്കുക. ഇനി വളരെ കുറച്ചായിട്ട് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തത്. നല്ലവണ്ണം കൂട്ടി ഇളക്കിയെടുക്കുക. പൊടി ഒട്ടും കരിഞ്ഞു പോകരുത്. ഒരു 15-20 സെക്കൻഡ് മാത്രം ഇളക്കിയാൽ മതിയാകും. ഇനി ഉടച്ചു വച്ചിരിക്കുന്ന തൈര് ചേർക്കാം. ജാറിനകത്തോട്ട് നിങ്ങൾക്ക് എത്രയും വെള്ളം ആവശ്യമുണ്ടോ മോരിന് അത്രയും വെള്ളം കൂടി ഒഴിച്ചിട്ട് അതുകൂടി ചേർക്കാം. അങ്ങനെ വിടരുത്. നല്ലവണ്ണം ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കുക. തീ കുറഞ്ഞു തന്നെ ഇരിക്കട്ടെ. എത്രയും കറിക്ക് വേണോ അത്രയും വെള്ളത്തിൻ്റെ അളവായിട്ടുണ്ട്. കറിയൊക്കെ തണുക്കുമ്പോൾ കുറുകുമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് ചേർക്കുക. ഇനി നല്ലവണ്ണം ചൂടാകണം മോര്. തീ കൂട്ടി വെച്ചാൽ പിരിഞ്ഞു പോവുകയും ചെയ്യും. കുക്കിങ്ങിലോട്ട് തുടക്കക്കാരായിട്ട് വരുന്നവർക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന ഒരു ടിപ്പാണ് ഈ പറയുന്നത്. അപ്പോൾ മോര് ചൂടായോ ഇല്ലയോ എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുമല്ലേ. ഏകദേശം 1 മിനിറ്റ് ആകുന്ന സമയമാകുമ്പോഴത്തേന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് തവി ഇങ്ങനെ പൊക്കി നോക്കും. ചെറുതായിട്ട് ആവി വരുന്ന കണ്ടില്ലേ തവിയിൽ നിന്ന്. ആ സമയമാകുമ്പോൾ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യും. അതേസമയം മോരിൻ്റെ മുകളിൽ കൂടി ആവി വരട്ടെ എന്ന് വിചാരിച്ച് ഇളക്കിക്കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ചൂട് കൂടിയിട്ട് മോര് പിരിഞ്ഞു പോവുകയും ചെയ്യും. ഇപ്പം ഞാൻ ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്യാസ് ഓഫാക്കിയതിന് ശേഷവും കട്ടി കൂടിയ പാത്രമായാലും കട്ടി കുറഞ്ഞ പാത്രമായാലും ശരി, ഏകദേശം ഒരു 30 സെക്കൻഡ് നേരത്തോളം ഇങ്ങനെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. ആ ചൂടൊന്ന് കുറച്ചിട്ട് വേണം മാറ്റി വയ്ക്കാനായിട്ട്.
അപ്പോൾ ഇങ്ങനെ ചൂടാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മോരൊട്ടും പുളിച്ചു പോവില്ല, കെട്ടുപോവില്ല. അതേപോലെ തന്നെ ഇന്നുണ്ടാക്കിയ മോര് നാളത്തേനും നല്ല ടേസ്റ്റ് ആയിട്ടായിരിക്കും. അതായത് ഇരിക്കും തോറും മോരും നല്ല ടേസ്റ്റും ആയിരിക്കും. അതേപോലെ തന്നെ ചേർക്കുന്ന മുളക് പൊടി വളരെ കുറച്ച് ചേർക്കുക. കൂടിപ്പോയി കഴിഞ്ഞാൽ മോരിൻ്റെ കളറ് മാറും. കറി നന്നായിട്ട് തണുത്ത് കഴിയുമ്പോഴത്തേന് ശകല എണ്ണ തെളിയും ചുവന്ന കളറിലെ കറി കാണാനും നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പിന്നെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.